93-ാം വയസ്സിലും കാൽനടയായി ശബരിമല ദർശനത്തിന് പോവുകയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ സ്വദേശി ശങ്കരൻ നായർ. തുടർച്ചയായ 57-ാം വർഷമാണ് ശങ്കരൻ നായർ കാൽനടയായി മകരവിളക്ക് തൊഴാൻ ശബരിമലയിലേക്ക് പോകുന്നത്. ഈ മാസം 25-ന് കൊഴിഞ്ഞാമ്പാറയിലെ കരുവപ്പാറ ശിവക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ച് 26-ന് രാവിലെ ആരംഭിച്ചതാണ് കാൽനടയായുള്ള തീർത്ഥാടനം. ഒരു ദിവസം 30 കിലോമീറ്ററോളം നടക്കും. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി ഒരുക്കിയ വിശ്രമ കേന്ദ്രങ്ങളിലാണ് അന്തിയുറക്കം. കിലോമീറ്ററുകൾ പിന്നിട്ട് തിങ്കളാഴ്ച രാവിലെ കൊടകരയിലെത്തി. പലപ്പോഴും ഒറ്റയ്ക്കാണ് യാത്ര. ഈ പ്രായത്തിൽ തനിച്ചാണോ യാത്ര എന്ന് ചോദിക്കുന്നവരോട് അയ്യപ്പസ്വാമി കൂടെയുണ്ട് എന്നാണ് ശങ്കരൻ നായരുടെ മറുപടി. തുടർച്ചയായി നിരവധി വർഷങ്ങൾ ശബരിമല ദർശനം നടത്തിയതിലൂടെ ഗുരുസ്വാമിയായി മാറിയ ശങ്കരൻ നായർ ഏകദേശം 12,000 പേരെ ഇതിനകം ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. 37-ാം വയസ്സിലാണ് ആദ്യമായി ശബരിമല ചവിട്ടിയത്. പിന്നീട് ഇതുവരെ ദർശനം മുടക്കിയിട്ടില്ല. എല്ലാ വർഷവും മകരവിളക്ക് കാലത്ത് ശങ്കരൻ നായർ കാൽനടയായി ശബരിമലയ്ക്ക് പോകും. ശങ്കരൻ നായർ ഗുരുസ്വാമിയായി ശബരിമല ദർശനത്തിന് കൊണ്ടുപോയിട്ടുള്ള ആയിരക്കണക്കിന് ശിഷ്യർ ജനുവരി 1-ന് പെരുമ്പാവൂരിൽ നടക്കുന്ന വിളക്കാഘോഷത്തിന് ഒത്തുചേരുന്നു. തുടർന്ന് ഒരുമിച്ചാണ് യാത്ര. എരുമേലി പേട്ടതുള്ളലിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ശങ്കരൻ നായർ ജനുവരി 10-ന് ആലങ്ങാട് സംഘത്തിലെ അംഗമായി പേട്ടതുള്ളും. 18 വർഷം മുടങ്ങാതെ ശബരിമല ചവിട്ടുന്ന അയ്യപ്പന്മാർക്ക് മാത്രം കൊണ്ടു നടക്കാൻ അവകാശമുള്ള മുദ്രച്ചൂരലുമായാണ് ശങ്കരൻ നായരുടെ മലയാത്ര. ആഴിപൂജയിൽ വിദഗ്ധനായ ശങ്കരൻ നായർ പാലക്കാട് ജില്ലയിലും തമിഴ്നാട്ടിലും മാരിയമ്മൻ കോവിലുകളിൽ നടക്കുന്ന പൂക്കുണ്ടം എന്നറിയപ്പെടുന്ന അഗ്നിവിളയാട്ടത്തിലും പങ്കെടുക്കുന്നു. ചേലക്കര മുഖാരിക്കുന്നിൽ ജനിച്ചു വളർന്ന ശങ്കരൻ നായർ മുംബൈയിലെ ജിൻഡാൽ അലുമിനിയം കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തസ്തികയിൽ നിന്ന് വിരമിച്ചയാളാണ്. വിരമിച്ച ശേഷം പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സ്ഥിരതാമസം. ഭാര്യ പത്മ മുംബൈയിൽ കസ്റ്റംസ് ഓഫീസറായ മകൻ കൃഷ്ണപ്രസാദിനൊപ്പമാണ്. എല്ലാ വർഷവും ഭാര്യയും മകന്റെ കുടുംബത്തെയും കാണാൻ മുംബൈയിലേക്ക് പോകും. മരം കോച്ചുന്ന തണുപ്പ് വകവയ്ക്കാതെ 93-ാം വയസ്സിലും കാൽനടയായി കിലോമീറ്ററുകൾ പിന്നിടുന്ന ശങ്കരൻ നായർക്ക് കാര്യമായ രോഗങ്ങളില്ല. ചിട്ടയായ ജീവിതം, മിതമായ ഭക്ഷണം ആരോഗ്യത്തിന്റെ രഹസ്യമെന്ന് ഈ വയോധികൻ പറയുന്നു. തിങ്കളാഴ്ച കൊടകരയിലെത്തിയ ശങ്കരൻ നായർ പൂന്തിരാർക്കാവ് ക്ഷേത്രം ഊട്ടുപുരയിൽ വിശ്രമിച്ച് ചൊവ്വാഴ്ച യാത്ര തുടർന്നു. സാധിക്കുന്നിടത്തോളം അയ്യപ്പനെ വണങ്ങാൻ കാൽനടയായി തന്നെ പോകണമെന്നാണ് ശങ്കരൻ നായരുടെ ആഗ്രഹം. പോകുന്നത് 57-ാമത്തെ പദയാത്രയായിട്ടാണ് പോകുന്നത്. ഈ പദയാത്രയിൽ എൻ്റെ കൂടെ എല്ലാവരും ചോദിക്കുമ്പോൾ ഇതെന്താ ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. എൻ്റെ കൂടെ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ചോറ്റാനിക്കര അമ്മയും അമ്മയുടെ ഭൂതഗണങ്ങളും, അതുപോലെ ചോറ്റാനിക്കര അമ്മയുടെ മകനായിട്ട് വിലസുന്ന ശ്രീ അയ്യപ്പസ്വാമിയും, ആ അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളും, അതുപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന മറ്റു ദേവതകളും, താനിക്കുറത്തമ്മ, അണുപ്പൂർ താൻപാട് മുത്തുമാരിയമ്മ, അങ്ങനെ കുറേ പേര് എൻ്റെ കൂടെ തന്നെ ഇപ്പോഴും ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് 93 വയസ്സായി. ഇതുവരയ്ക്കും ആരോഗ്യപരമായിട്ട് എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കാരണം ഒന്ന്, ഉപാസനാമൂർത്തിയായി നിൽക്കുന്നത് ചോറ്റാനിക്കര അമ്മയാണ്. 12-ാമത്തെ വയസ്സ് മുതൽ 12-ാമത്തെ വയസ്സിൽ എനിക്ക് ദർശനം തന്നു അമ്മ. പിന്നെ എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല. അമ്മ ഒരു ദിവസം ഏതാണ്ട് 30 കിലോമീറ്ററാണ് നടക്കുന്നത് ആവറേജ്. ചിലപ്പോൾ കുറച്ച് കൂടും, ചിലപ്പോൾ ഇത്തിരി കുറയും, സന്ദർഭാനുസരണം. അതുകൊണ്ട് ശബരിമലയ്ക്ക് പദയാത്രയായിട്ട് പോകാൻ പറ്റുമോ, അത്രയും വർഷം ഏകാന്തപതികനായിട്ടായാലും മറ്റുള്ളവർ കൂടെ ഉണ്ടായാലും നടക്കാനാണ് ഉദ്ദേശം. മാത്രം മനസ്സിൽ കണ്ടാൽ മതി. പിന്നെ എനിക്ക് അമ്മയുടെ അനുഗ്രഹം, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം, ഇങ്ങനെ ഞാൻ ഉപാസിക്കുന്ന ദേവതകളുടെ എല്ലാവരുടെയും അനുഗ്രഹം എനിക്കുണ്ട്. അവരാണ് എനിക്ക് തുണയായിട്ട് വരുന്നത്, അല്ലാതെ മനുഷ്യജാലങ്ങളല്ല.